ഹലോ ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനന്തയാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് നമ്മൾ മീഷോയിൽ പ്രോഡക്റ്റ് വിൽക്കുന്ന കാര്യവും മറ്റുള്ള കസ്റ്റമേഴ്സിന് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യവും നിങ്ങൾക്ക് അറിയാം അല്ലെ. അപ്പൊ എന്റെ അടുത്ത് നമ്മുടെ കസ്റ്റമേഴ്സ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കുറെ ഡൗട്ട് ഉണ്ട്. അതാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ക്ലിയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ എല്ലാം എഴുതി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ക്ലിയർ ചെയ്ത് പോകാം. അതിന്റെ ഒപ്പം തന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയുകയാണ്. നമ്മളെ മീഷോയിൽ എങ്ങനെ പ്രോഡക്റ്റ് വിൽക്കാം, ആമസോണിൽ എങ്ങനെ പ്രോഡക്റ്റ് വിൽക്കാം എന്നുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ട്രെയിനിങ്ങിൽ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ട് കേട്ടോ. ബേസിക് മുതൽ സ്ക്രീൻ റെക്കോർഡ് വഴി നമ്മൾ ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുണ്ട്. കൊച്ചു കുട്ടികൾക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ക്ലാസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ക്ലാസ് കാണുന്ന സമയത്ത് എന്തെങ്കിലും സംശയം വരികയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മളുടെ ഒരു ടീം മെമ്പറിനെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് സംശയങ്ങളൊക്കെ നോക്കാം അല്ലെ. മീഷോ ആപ്ലിക്കേഷനിൽ എങ്ങനെയാണ് പ്രോഡക്റ്റ് വിൽക്കാൻ കഴിയുന്നത്? നമുക്ക് മീഷോ സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആ സെല്ലർ അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രോഡക്റ്റ് വിൽക്കാനായിട്ട് സാധിക്കും. GST ഇല്ലാതെ എങ്ങനെ വിൽക്കാം? GST രജിസ്ട്രേഷൻ ഇല്ലാതെയും GST രജിസ്ട്രേഷൻ എടുത്തിട്ടും നമുക്ക് മീഷോയിൽ പ്രോഡക്റ്റ് വിൽക്കാനായിട്ട് സാധിക്കും. GST രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ എന്താണ്, നമുക്ക് നമ്മളുടെ ഇന്ത്യ മുഴുവൻ എല്ലാ സ്റ്റേറ്റിലും നമുക്ക് പ്രോഡക്റ്റ് വിൽക്കാം. ഇനി GST രജിസ്ട്രേഷൻ ഇല്ലെങ്കിലോ നമുക്ക് നമ്മുടെ കേരളത്തിന്റെ അകത്ത് മാത്രമാണ് വിൽക്കാൻ പറ്റുള്ളൂ. ഈ GST രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ നമ്മൾ പാൻ കാർഡ് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ പാൻ കാർഡ് ഏത് സ്റ്റേറ്റിലാണോ ആ സ്റ്റേറ്റിൽ മാത്രമാണ് നമുക്ക് വിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ കേരളത്തിലാണല്ലോ എന്റെ പാൻ കാർഡ്, അപ്പൊ എനിക്ക് എവിടെ വിൽക്കാം? കേരളത്തിന്റെ അകത്ത് മാത്രം GST രജിസ്ട്രേഷൻ ഇല്ലാതെ വിൽക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ GST ഇല്ലാതെ നമുക്ക് പ്രോഡക്റ്റ് വിൽക്കാം. നമ്മുടെ പാൻ കാർഡ് എവിടെയാണോ ആ സ്റ്റേറ്റിൽ നമുക്ക് പ്രോഡക്റ്റ് വിൽക്കാനായിട്ട് സാധിക്കും. മീഷോയിൽ വിൽക്കുന്നതിന് വേണ്ടിയിട്ട് ലൈസൻസ് വേണം. നമ്മൾ എന്ത് പ്രോഡക്റ്റ് ആണ് വിൽക്കുന്നത് എന്നതിനനുസരിച്ച് ലൈസൻസ് രജിസ്ട്രേഷൻസ് മാറി മാറി വരും. ഇപ്പൊ നമ്മൾ ഫുഡ് ഐറ്റംസ് ആണ് വിൽക്കുന്നത്, 7 ഡേയ്സിന് മുകളിൽ എക്സ്പയറി ഡേറ്റ് ഉള്ള ഫുഡ് ഐറ്റംസ് നമുക്ക് വിൽക്കാം അല്ലെ. അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് ആണ് വിൽക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് വേണം? FSSAI സർട്ടിഫിക്കറ്റ് വേണം. ഇനി അതല്ല, ഇപ്പം അങ്ങനെ എന്തെങ്കിലും ലൈസൻസ് വേണ്ട പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലൈസൻസ് വേണം. അതല്ലാതെ ഡ്രസ്സ്, ജ്വല്ലറി, അങ്ങനെ ഇപ്പൊ ക്രാഫ്റ്റ് ഐറ്റംസ്, ചെടികള്, അതൊക്കെ വിൽക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ലൈസൻസ് രജിസ്ട്രേഷൻസ് ഒന്നും നമുക്ക് വേണ്ട. എന്തെല്ലാം ഡോക്യുമെന്റ്സ് വേണം? തീർച്ചയായിട്ടും നമുക്ക് ലൈസൻസ് വേണ്ട പ്രോഡക്റ്റ്, ഫുഡ് പ്രോഡക്റ്റ് ഒക്കെ ആണെങ്കിൽ ലൈസൻസ് വേണം. പിന്നെ GST രജിസ്ട്രേഷൻ വെച്ചിട്ടാണ് വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ GST രജിസ്ട്രേഷൻ വേണം. GST രജിസ്ട്രേഷൻ ഇല്ലാതെയാണ് വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ പാൻ കാർഡ് വേണം. പിന്നെ നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് വേണം. അത് സേവിങ്സ് അക്കൗണ്ടോ അല്ലെങ്കിൽ ബിസിനസ് ഒരു കറണ്ട് അക്കൗണ്ട് ആയാലോ പ്രോബ്ലം ഇല്ല. പ്രോഡക്റ്റ് കയ്യിൽ വേണോ? തീർച്ചയായിട്ടും പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. റീസെല്ലിങ് പോസിബിൾ അല്ല. മീഷോയിൽ പ്രോഡക്റ്റ് വിൽക്കണം എന്നുണ്ടെങ്കിലും ആമസോണിൽ പ്രോഡക്റ്റ് വിൽക്കണം എന്നുണ്ടെങ്കിലും നമ്മളുടെ കയ്യിൽ പ്രോഡക്റ്റ് ഉണ്ടായിരിക്കണം. പ്രോഡക്റ്റിന് ഓർഡർ വന്നു കഴിയുമ്പോൾ നമ്മൾ നൽകുന്ന അഡ്രസ്സിലാണ് പിക്കപ്പ് ബോയ്, അതായത് പ്രോഡക്റ്റ് എടുക്കാനുള്ള ആള് വരുന്നത്. അപ്പൊ നമ്മുടെ കയ്യിൽ പ്രോഡക്റ്റ് ഉണ്ടായിരിക്കണം. നമ്മളത് പാക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. എത്ര രൂപ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരും? ഈ മീഷോ ആമസോണിലൊക്കെ പ്രോഡക്റ്റ് വിൽക്കണമെന്നതിന് വേണ്ടി ഒരുപാട് വലിയ എമൗണ്ട് ഒന്നും ഇൻവെസ്റ്റ്മെന്റ് വേണ്ട. അത് ഓരോ ആളുകളുടെ ബഡ്ജറ്റ് അനുസരിച്ച് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ GST എടുത്തിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ GST എടുക്കാനുള്ള ഒരു എമൗണ്ട് വേണം അല്ലെ. അത് പല ഏജൻസിയിലും പല പല തുകയാണ്. ഇപ്പൊ 500 രൂപ മുതൽ 3000 രൂപയാണ് അതിന്റെ റേറ്റ് വരുന്നത്. നമ്മുടെ ഏജൻസിയിലാണെങ്കിൽ 1500 രൂപയാണ് GST രജിസ്ട്രേഷന് വേണ്ടിയിട്ട് റേറ്റ് വരുന്നത്. അപ്പൊ നിങ്ങൾ ഏത് ഏജൻസി വഴി എടുക്കുന്നു എന്നതിനനുസരിച്ച് റേറ്റ് മാറി മാറി വരുന്നുണ്ട്. അപ്പൊ GST രജിസ്ട്രേഷൻ എടുക്കാൻ ഇവിടെ ഒരു എക്സ്പെൻസ് വരുന്നുണ്ട്. രണ്ടാമത് നമുക്ക് വേണ്ടത് പ്രോഡക്റ്റ് ആണല്ലേ. അപ്പൊ പ്രോഡക്റ്റ് ഒന്നെങ്കിൽ നിങ്ങൾ നിർമ്മിക്കുന്ന പ്രോഡക്റ്റ് ആണെങ്കിൽ അത് നിർമ്മിച്ച ചെലവ് വരുന്നുണ്ട്. ഇനി ചെടികളൊക്കെ ആണെങ്കിൽ നമുക്കത് ജസ്റ്റ് പറമ്പിൽ നിന്ന് എടുത്താൽ മതിയല്ലേ. ചിരട്ട വരെ വിൽക്കുന്ന ആളുകളുണ്ട് കേട്ടോ. ഹോൾസെയിൽ ആയിട്ട് വാങ്ങുന്നതാണെങ്കിൽ ഹോൾസെയിൽ ആയിട്ട് വാങ്ങിക്കാനുള്ള ഒരു ചെലവ് അല്ലെ. ഇപ്പൊ ഡ്രസ് ഐറ്റംസ്, ജ്വല്ലറി ഒക്കെ ആണെന്നെങ്കിൽ അത് ഹോൾസെയിൽ ആയിട്ട് വാങ്ങിക്കാൻ ഒരു ചെലവ് വരുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഡീറ്റെയിൽസ് വരുന്നത്. ഏത് പ്രോഡക്ട്സും വിൽക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും നമുക്ക് എല്ലാ കാറ്റഗറി പ്രോഡക്റ്റും വിൽക്കാം. ലീഗൽ ആയിട്ടുള്ള നിയമം അനുസരിച്ച് വിൽക്കാൻ പറ്റുന്ന എല്ലാ കാറ്റഗറി പ്രോഡക്റ്റും വിൽക്കാം. 7 ഡേയ്സിന് മുകളിൽ എക്സ്പയറി ഡേറ്റ് ഉള്ള പ്രോഡക്ട്സ് ആയിരിക്കണം എന്ന് മാത്രം കേട്ടോ. മീഷോയിൽ വെറുതെ ലിസ്റ്റ് ചെയ്താൽ മതിയോ? ഒരിക്കലും മീഷോയിൽ വെറുതെ ലിസ്റ്റ് ചെയ്താൽ പോരാ. നമ്മുടെ മീഷോയിൽ പ്രോഡക്റ്റ് വിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ ഓർഡർ കിട്ടിയ ശേഷം ഇൻവോയ്സ് ശരിയായ രീതിയിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. നമ്മൾ ഇനി പ്രോഡക്റ്റ് അയച്ച ശേഷം നമ്മൾ അയച്ച പ്രോഡക്റ്റ് ആയിരിക്കില്ല റിട്ടേൺ വരുന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് മീഷോയുടെ സൈഡിൽ നിന്ന് ഒരു പെർസെന്റേജ് എമൗണ്ട് നമുക്ക്
വാങ്ങിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആഡ് റൺ ആകാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതൊക്കെ ഓഫ് ആക്കി വെച്ചില്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആഡ് റൺ ആവും. അങ്ങനെ നമ്മുടെ എമൗണ്ട് ഒരു നെഗറ്റീവിലോട്ട് പോകും. അങ്ങനെ നമുക്ക് പ്രോഫിറ്റ് കിട്ടാതെ വരും. അങ്ങനെയുള്ള കുറെ പ്രോബ്ലംസ് ഉണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി നിങ്ങൾ പഠിച്ച് നല്ല രീതിയിൽ ലിസ്റ്റ് ചെയ്താലാണ് ഇതൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ആക്കി മാറ്റാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഓർഡർ വരും, നമ്മൾ പ്രോഡക്റ്റ് അയക്കും, റിട്ടേൺ വരും, ലോസ് വരും, അങ്ങനെ 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 നമ്മുടെ ബിസിനസ് നടന്നുകൊണ്ടിരിക്കും. പക്ഷെ നമുക്ക് വലിയ രീതിയിൽ ലാഭമൊന്നും ഉണ്ടാവില്ല. അപ്പൊ തീർച്ചയായിട്ടും പഠിക്കാനുണ്ട്, ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. സെയിൽസ് കൂട്ടാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? തീർച്ചയായിട്ടും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണ കാര്യം കറക്റ്റ് ആയിട്ടുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളൊരു ഡ്രസ് ഐറ്റം ആണെന്നുണ്ടെങ്കിൽ ആ ഡ്രസ്സിന്റെ ക്വാളിറ്റി ആ ഒരു ഫോട്ടോയിൽ നിന്ന് മനസ്സിലാകുന്ന രീതി, ത്രെഡ് വർക്ക് ആണെങ്കിൽ ത്രെഡ് വർക്ക്, എല്ലാ കാര്യങ്ങളും സൂം ചെയ്തും ഫുൾ ആയിട്ടുള്ള ഒരു ഇമേജും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പൊ റിട്ടേൺ റേറ്റ് ഒരുപാട് നമുക്ക് കുറയ്ക്കാൻ പറ്റും കേട്ടോ. റിട്ടേൺ വരുന്നത് ഒരുപാട് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് വീട്ടിലിരുന്നിട്ട് ചെയ്യാം. ഒരു കൊമേഴ്ഷ്യൽ സ്പേസ് ഒന്നും വേണമെന്നില്ല കേട്ടോ. മീഷോയിൽ ബിസിനസ് ചെയ്യുന്നത് പഠിക്കാൻ എക്സ്പീരിയൻസ് വേണോ? ഒരിക്കലും വേണ്ട, യാതൊരു എക്സ്പീരിയൻസും വേണ്ട. നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ ഇല്ലേ, നമ്മുടെ ഫോൺ ശരിയായ രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് അറിയാമെങ്കിൽ പഠിക്കാനായിട്ട് സാധിക്കും. നമ്മൾ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നമ്മളുടെ എന്തെങ്കിലും സപ്പോർട്ട് വേണം, ട്രെയിനിങ് വേണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ മെസ്സേജ് ചെയ്യുക. നമ്മൾ ഏകദേശം 6 വർഷത്തോളമായിട്ട് മീഷോയിൽ പ്രോഡക്റ്റ് വിൽക്കുന്നതാണ്. പിക്കിൾസ് ഒക്കെ നമ്മൾ വിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ മെസ്സേജ് ചെയ്തോളൂ. അപ്പോൾ ഇത്രയും നേരം നമ്മളുടെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി.